ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, പാപം മൂലം മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധത്തിൽ ഒരു തരത്തിലുള്ള മരണമുണ്ട് മനുഷ്യൻ്റെ ആത്മാവിൽ. അതുപോലുള്ളൊരു മരണം മനുഷ്യന് സംഭവിക്കുന്നുണ്ട്. മനുഷ്യൻ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കാതെ പോകുന്നു എന്ന് അവന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ അവൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. നമുക്ക് ഇന്ന് പാപത്തെപ്പറ്റി ഒന്ന് ധ്യാനിക്കാം. പാപം നമ്മുടെ സമൂഹത്തിലും ജീവിതത്തിലും വ്യക്തിപരമായും ഒക്കെ വരുത്തുന്ന വലിയ അപകടങ്ങളെപ്പറ്റി ഒരല്പനേരം നമുക്ക് വിചിന്തനം ചെയ്യാം. ഏതാനും കാര്യങ്ങളെപ്പറ്റി മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, പാപമോചനത്തിനായി തൻ്റെ ശരീരവും രക്തവും ഞങ്ങൾക്ക് നൽകിയ നല്ലവനായ ഈശോയെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ, പാപമോചനം വഴിയായി ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവിക ജീവൻ ഞങ്ങളിൽ വന്ന് നിറയട്ടെ. ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ഈ ജീവനാണെന്ന് തിരിച്ചറിയാൻ കർത്താവേ, വലിയ അറിവ്, ജ്ഞാനം ഞങ്ങൾക്ക് നീ നൽകണമേ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ഞങ്ങൾ ഈ സമയം യാചിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും ഹൃദ്യമായ ദൈവാനുഗ്രഹം ഏറ്റവും സ്നേഹത്തോടെ ഞാൻ നേരുകയാണ്. ദൈവം നിങ്ങളെ എല്ലാവരെയും ഈ സമയം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പാപം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പാപം വളരെ ആപൽകരമായ ഒരു കാര്യമാണ്. പാപം സിമ്പിളല്ല. ഒരു പാപം ചെയ്തിട്ട് എനിക്കൊരു കുഴപ്പമുണ്ടാവില്ല എന്ന് മനുഷ്യർ വിചാരിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് ഓർക്കുക. റോമാക്കാർക്കുള്ള ലേഖനം 5-ാമത്തെ അധ്യായം 12-ാമത്തെ തിരുവചനം ഒന്ന് വായിക്കാം. ഒരു മനുഷ്യൻ മൂലം പാപവും, പാപം മൂലം മരണവും ലോകത്തിലേക്ക് പ്രവേശിച്ചു. അപ്രകാരം എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു. ഹല്ലേലൂയ. യേശുവേ നന്ദി. നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപക്ഷെ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ചെറിയ പാപമാണ്, കുഴപ്പമില്ല, ആരും അറിയില്ല, ആരും കാണണില്ല, അതുകൊണ്ട് ഈ പാപം കുഴപ്പമില്ല. എന്നാൽ ദൈവത്തിൻ്റെ തിരുവചനം പറയുന്ന കാര്യം, പാപം ആപൽക്കരമാണ്, ഡേഞ്ചറസ് ആണ്. കാരണം പാപം മൂലം മരണം ലോകത്തിലേക്ക് പ്രവേശിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. സഹോദരങ്ങളെ, ഞാൻ നെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. അവിടെ ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയും അമ്മയൊക്കെ ആയിട്ട് എന്നെ കാണാൻ വന്നു. അങ്ങനെ ഞങ്ങൾ കൗൺസിലിംഗ് ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം, അദ്ദേഹം നല്ല മദ്യപാനിയാണ്, നന്നായിട്ട് മദ്യം കഴിക്കും. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കണ്ണൊക്കെ ഇങ്ങനെ ചുമന്നിരിക്കുകയാണ് കരഞ്ഞിട്ട്. അമ്മ വലിയ വിഷമത്തോടു കൂടിയാണ് അമ്മ ഇരിക്കുന്നത്. ഇയാൾ മാത്രം നല്ല സന്തോഷത്തോടു കൂടിയിട്ട് പുഞ്ചിരിച്ച് നല്ല മിടുക്കനായി കുട്ടപ്പനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തൊക്കെയുണ്ട് സഹോദര വിശേഷങ്ങൾ? ഞാൻ പറഞ്ഞു, നല്ല വിശേഷം അച്ഛാ, ഞാൻ വളരെ സന്തോഷവാനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അമ്മയുടെ മുഖം നോക്കി കഴിഞ്ഞാൽ കുറേ നാളുകളായിട്ട് കരയുന്ന ആൾക്കാരുടെ മുഖമുണ്ടല്ലോ, അതുപോലെ അവരുടെ മുഖം തോന്നി. അപ്പം എൻ്റെ ഉള്ളിൽ ഞാൻ കരുതി, ഈ കാര്യം അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സഹോദര എന്തുകൊണ്ടാണ് എൻ്റെ അടുത്തേക്ക് ഇന്ന് വന്നത്? ഞാൻ മദ്യപാനികളുടെ അച്ഛനാണ്, കുടിയന്മാരുടെ അച്ഛനാണ്. അച്ഛൻ്റെ അടുത്തേക്ക് എന്തുകൊണ്ടാണ് വന്നത്? അച്ഛൻ, ഞാനൊരു കുഴപ്പക്കാരനല്ല അച്ഛോ. എന്നതേ എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയും കൊണ്ടുവന്നത്, എനിക്ക് സത്യം പറഞ്ഞ ഒരു കുഴപ്പമില്ല അച്ഛാ. ഞാൻ അധ്വാനിക്കുന്നവനാണ് അച്ഛോ, ഞാൻ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവനാണ് അച്ഛോ. അപ്പോൾ ഞാൻ പറഞ്ഞു, നല്ല കാര്യം അച്ഛോ, ഞാനൊരു വീട് പണിതു അച്ഛോ, കഷ്ടപ്പെട്ട് ചോര നീരാക്കിയിട്ടൊരു വീട് പണിതു. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, വീട് പണിതോ? ഓ പണിതിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നല്ല കാര്യം.
ഞാൻ എൻ്റെ മക്കളൊക്കെ വളർന്നു വലുതായി അച്ഛോ, ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന പ്രായമായി, 2 പിള്ളേരുണ്ട്. അവരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ ക്രമീകരിക്കുന്നുണ്ട് അച്ഛാ, അവരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കുന്നുണ്ട്, അവരെ പഠിപ്പിക്കുന്നുണ്ട് അച്ഛോ, ഒരു കുറവും ഞാൻ വരുത്തുന്നില്ല. ഞാൻ അമ്മേനെ വീണ്ടും നോക്കി, ഭാര്യനെയും. അവർ പറഞ്ഞു ശരി അച്ഛോ. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുക. പിന്നെ എന്തിനാ ഇവരിങ്ങനെ വിഷമത്തോട് കൂടിയിട്ട് ഈ ഭാര്യ അമ്മയും കൂടി ഇങ്ങനെ നിൽക്കണത്? നമ്മളങ്ങനെ ചിന്തിക്കില്ലേ? അവരാണെങ്കിൽ കണ്ണുനീരോടുകൂടി ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ആ സഹോദരൻ പറയാ, അച്ഛാ, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ ഈ പണം ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണച്ചോ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണച്ചോ, ഇതൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണച്ചോ. എന്നെ പിന്നെ വല്ലപ്പോഴും ഒരു സുഖം അച്ഛാ, ഞാൻ കുറച്ച് മദ്യം കഴിക്കുന്നു വല്ലപ്പോഴും, അത് തെറ്റാണോ അച്ഛാ? ഇത്രയും കഷ്ടപ്പെടുന്ന ഞാൻ വല്ലപ്പോഴും കുറച്ച് മദ്യം കഴിക്കുന്നത് ആണ് പാപമുണ്ടല്ലോ സഹോദരങ്ങളെ. കുഴപ്പമില്ല എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് പതുക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ഇത്രയും കഷ്ടപ്പെടുന്ന ആളല്ലേ, കുറച്ച് പാപം ചെയ്തോട്ടെ. ഹല്ലേലൂയ, യേശുവെ നന്ദി, യേശുവെ ആരാധന, യേശുവെ മഹത്വം. ആ സഹോദരൻ പറഞ്ഞു, അച്ഛാ ഇനി ഒരു കാര്യം കൂടി ഉണ്ട് അച്ഛാ, ഞാൻ ഒരിക്കലും വീട്ടിൽ നിന്ന് കുടിക്കാറില്ല, എൻ്റെ മക്കൾക്ക് ഞാൻ ദുർമാതൃക നൽകുന്നില്ല, എൻ്റെ കുടുംബത്തിന് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല, മദ്യപിച്ച് ഞാൻ എപ്പോഴെങ്കിലും വീട്ടിലേക്ക് വന്നിട്ടുള്ളതെന്ന് ചോദിച്ചു നോക്കി അമ്മയുടെ അടുത്ത്. അമ്മയ്ക്ക് ഇങ്ങനെ ദേഷ്യം ഇങ്ങനെ വരുന്നത് കാണാട്ടോ. ഭാര്യ ഇങ്ങനെ കണ്ണ് നിറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അമ്മയ്ക്ക് ദേഷ്യം വന്ന് ഇവന് ഒരു അടി കൊടുക്കണമെന്നുണ്ട്, പക്ഷെ അമ്മ കടിച്ച് പിടിച്ചിങ്ങനെ നിൽക്കുക. ഞാൻ ഒരിക്കലും അച്ഛോ മദ്യം കഴിച്ച് വീട്ടിലേക്ക് വന്നിട്ടില്ല. പിന്നെ അച്ഛൻ ഞാൻ മദ്യം കഴിക്കണമെന്ന് എനിക്ക് തോന്നി കഴിഞ്ഞാൽ ഞാൻ സാധാരണ ചെയ്യാറുള്ളത് ഒരു ലോഡ്ജിൽ ഒരു മുറി വാടകയ്ക്ക് എടുക്കും അച്ഛോ. സഹോദരൻ, ഇത് കേൾക്കുന്ന ആളുകൾ, മദ്യം കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ടെക്നിക്ക് ഉപയോഗിക്കരുത് കേട്ടോ. അച്ഛനൊരു അനുഭവം നിങ്ങളുടെ അടുത്ത് പറയണ്ടെന്നുള്ളൂ. ഞാൻ വാടകയ്ക്ക് എടുത്തിട്ട് അച്ഛാ 3 ദിവസം കുടിക്കും, 2 ദിവസം എൻ്റെ കെട്ടിറങ്ങാൻ ഉപയോഗിക്കും. അത് കഴിഞ്ഞിട്ട് അച്ഛൻ വീട്ടിലേക്ക് ചെല്ലാറുള്ളൂ. എപ്പോഴെങ്കിലും എന്നെ അവർ കുടിച്ച് കണ്ടിട്ടുണ്ടോ? നാട്ടുകാരെന്നെ കുടിച്ച് കണ്ടിട്ടുണ്ടോ? ഇല്ല അച്ഛോ, ഒരാളെന്നെ കുടിച്ച് കണ്ടിട്ടില്ല. പാപം ഉണ്ടല്ലോ എൻ്റെ സഹോദരങ്ങളെ, അവൻ്റെ പാപത്തെ ഇങ്ങനെ ന്യായീകരിക്കുകയാണ്. അവൻ്റെ പാപത്തെ ഇങ്ങനെ മെഴുകുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ മെഴുകി അത് പാപമല്ല, കുഴപ്പമില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് അവൻ കൊണ്ടുവരികയാണ്. പക്ഷേ അവൻ്റെ ഈ പാപം മൂലം ഈ അമ്മയുടെയും ഭാര്യയുടെയും ഒക്കെ ജീവിതത്തിലേക്ക് മരണം പ്രവേശിച്ചു കഴിഞ്ഞു. അവൻ്റെ ജീവിതത്തിലേക്ക് മരണം വന്നത് അവൻ തിരിച്ചറിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ, യേശുവെ നന്ദി, യേശുവെ മഹത്വം, യേശുവെ സ്തുതി, യേശുവെ ആരാധന. ഞാൻ അവനോട് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ വന്നു, അയ്യടാ. അപ്പോൾ ഞാനോട് ചോദിച്ചേടാ, മാസത്തിൽ എത്ര പ്രാവശ്യം? അച്ഛൻ 2-3 പ്രാവശ്യം ഞാൻ അങ്ങനെ പോകാറുള്ളൂ. മാസത്തിൽ 2-3 പ്രാവശ്യം ലോഡ്ജിൽ റൂം എടുത്ത് 5 ദിവസം ചിലവഴിക്കുക. യേശുവെ നന്ദി, യേശുവെ ആരാധന, യേശുവെ മഹത്വം. അപ്പോൾ അത് തെറ്റാണോ അച്ഛാ? കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഈ ജോലികളെല്ലാം ചെയ്തിട്ടുള്ള ഞാൻ ഇതെനിക്ക് ചെയ്തുകൂടാ അച്ഛാ? അച്ഛൻ പറഞ്ഞ്, സത്യം പറഞ്ഞ അച്ഛാ, ഇത് തെറ്റാണോ അച്ഛാ? അപ്പം എൻ്റെ മനസ്സിൽ അവന് ഉത്തരം കൊടുക്കണം. എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കർത്താവിനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, കർത്താവ് എന്ത് മറുപടിയാണ് ഇവനോട് പറയേണ്ടത്? മരണം ഇവൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെന്ന് ഇവനോട് പറയണം. ഇത് ഇവന് മനസ്സിലാവണില്ല. ഇവനോട് പറയണം. റോമാക്കാർക്കുള്ള ലേഖനം എൻ്റെ സഹോദരങ്ങളെ 7-ാമത്തെ അധ്യായം 15-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. പാപത്തിൻ്റെ പ്രശ്നമായിട്ട് പൗലോസ് ശ്ലീഹ പറയാണ്, ഇത്രയും ഉന്നതനായ ശ്ലീഹ, ആധ്യാത്മികയുടെ ഉത്തുംഗ ശൃംഗത്തിലിരിക്കുന്ന പൗലോസ് ശ്ലീഹ പറയാണ്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവനും അതാ പ്രശ്നം, ഇവൻ്റെ പ്രവൃത്തികൾ ഇവന് മനസ്സിലാവില്ല, ഇവന് സുഖമാണ്. ഞാൻ അവനോട് പറഞ്ഞാടാ, നീ അച്ഛനൊരു എക്സ്ട്രീം ഉദാഹരണം പറയുമ്പോൾ നീ വിഷമിക്കരുത്. അച്ഛനൊരു എക്സ്ട്രീം ഉദാഹരണമാണ് നിൻ്റെ അടുത്ത് പറയാൻ പോണേ. നീ അച്ഛനെ വിഷമത്തോട് നോക്കരുത് കേട്ടോ. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ. നിൻ്റെ ഭാര്യ നിനക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നു. എൻ്റെ അവൾ പറയാം, നിനക്ക് വേണ്ടിയുള്ള മട്ടൻ, ചിക്കൻ, മീൻ, നിനക്ക് ഇഷ്ടമുള്ള എല്ലാ ഭക്ഷണ സാധനങ്ങളും എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുന്നു. അമ്മയോട് പറയുന്നു, അമ്മ ഇതൊക്കെ ചൂടാക്കി ചേട്ടന് കൊടുത്തോളൂ. ചേട്ടൻ ലോഡ്ജിൽ നിന്നൊക്കെ വന്നു കഴിയുമ്പോൾ ഞാനൊരു 5 ദിവസത്തേക്ക് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ലോഡ്ജിലേക്ക് പോവാണ്. 5 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. ചേട്ടന് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്, മക്കൾക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്, മക്കൾക്ക് ഇഷ്ടമുള്ള എല്ലാ ഭക്ഷണ സാധനങ്ങളും എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്, അവരെ ഫോണിൽ വിളിച്ചോളാം. പക്ഷേ 5 ദിവസം എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ ലോഡ്ജിൽ പോയി താമസിക്കുന്നു. ചേട്ടൻ്റെ പോലെ തന്നെ ആർക്കും ദുർമാതൃക കൊടുക്കുന്നില്ല, ആരോടും ഒന്നും പറയുന്നില്ല, ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. ഞാൻ അധ്വാനിക്കുന്ന പൈസ കൊണ്ട് തന്നെ ഞാൻ പോകുന്നത്. എനിക്ക് ജോലിയുണ്ട്, ഞാൻ ലീവ് എടുത്ത് ഞാൻ പൊക്കോളാം. പറ്റുമോ? ഞാൻ അവനെ മോദിക്ക് നോക്കിയാടാ, നീ വിടുവോടാ ഭാര്യയെ ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ?
അത് പിന്നെ അച്ചു അത് വിടില്ല. അതെന്താ വിടാത്തെ? അവൾ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ലല്ലോ, നിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നില്ലേ, അവൾ പോട്ടെ 5 ദിവസം. അത് പറ്റില്ല അച്ഛാ, അത് പറ്റില്ല അല്ലേ. ഇനി നിൻ്റെ മക്കൾ പറയുകയാണെന്ന് വിചാരിക്കാം, നിൻ്റെ മൂത്ത മോളുണ്ടല്ലോ, അവൾ പറയുകയാണെന്ന് വിചാരിക്കാം, അപ്പോൾ ഞാൻ എല്ലാത്തിലും A+ വാങ്ങും, ഞാൻ എൻ്റെ ജോലിയൊക്കെ പഠനമൊക്കെ നന്നായിട്ട് ചെയ്യും, വീട്ടിലത്തെ എല്ലാ ജോലി കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചെയ്യും. പക്ഷേ ഒരു കാര്യമുണ്ട് അപ്പാ, ഞാൻ ജോലിയും വാങ്ങും പഠിച്ചിട്ട്. ഞാനേ അപ്പനും അമ്മയും പോയി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞാനും ഒരു 5 ദിവസം ലോഡ്ജിൽ പോയിട്ട് എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് 5 ദിവസം ആരും കൊണ്ടും മോശപ്പേര് കേൾപ്പിക്കില്ല, കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല, ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കില്ല. 5 ദിവസം പോട്ടെ, നീ വിടുവാടാ ചോദിച്ചു അവൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്ക് മനസ്സിലായി അച്ഛാ, എൻ്റെ തെറ്റെനിക്ക് മനസ്സിലായി. സഹോദരങ്ങളെ, പലപ്പോഴും പാപം മൂലം മരണം വരുന്നത് നമുക്ക് തിരിച്ചറിയുന്നില്ല. എൻ്റെ പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനതിനെ ന്യായീകരിച്ച് അതിന് മുതൽ മെഴുക്ക് പുരട്ടി അതിനെങ്ങനെ ഉരുട്ടി ഞാനിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കർത്താവിൻ്റെ തിരുമുമ്പിൽ നമ്മൾ പോയിരിക്കണം സഹോദരങ്ങളെ. പാപം വളരെ വളരെ ഡേഞ്ചറസ് ആണ്, ആപൽക്കരമായിട്ടുള്ളൊരു കാര്യമാണ് പാപം. അത് ചെറിയ പാപമായാലും വലിയ പാപമായാലും പാപം ആപൽക്കരമാണ്. നുണ പറഞ്ഞാലും, ചെറിയ നുണ പറഞ്ഞാലും, വലിയ നുണ പറഞ്ഞാലും, ഏത് നുണ പറഞ്ഞാലും പാപം ആപൽക്കരമാണ്. യാക്കോബ് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നീ ഒരു കൽപ്പന ലംഘിച്ചാൽ എല്ലാ കൽപ്പനയും ലംഘിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി. നീ ഒരു പാപം ചെയ്താൽ എല്ലാ പാപം ചെയ്തതിന് തുല്യമാണ് എന്ന് വിശുദ്ധ യാക്കോബ് ശ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. ഇനി ഞാൻ ഇവൻ്റെ അടുത്ത് ഒരു കാര്യം കൂടി അവൻ്റെ അടുത്ത് ഞാൻ എൻ്റെ ഹൃദയം തുറന്ന് അവനോട് പറഞ്ഞു, എടാ നീ പലപ്പോഴായി പറഞ്ഞു ഞാൻ അധ്വാനിച്ചു, ഞാൻ കഷ്ടപ്പെട്ടു, ഞാൻ ഉണ്ടാക്കിയതാണ്, ഞാൻ ചെയ്തതാണ്. അത് നിൻ്റെ പാപത്തിൻ്റെ പരിണിത ഫലമായിട്ട് നിന്നിലുണ്ടായിട്ടുള്ള ഒരു ചിന്തയാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി. പാപം ആപൽക്കരമാണെന്ന് പറയാൻ കാരണം അവൻ ചെയ്ത കാര്യങ്ങൾ മാത്രം ഓർക്കുന്നുള്ളൂ, മറ്റുള്ളവർ അവന് വേണ്ടി ചെയ്തതെല്ലാം മറന്നു കളഞ്ഞു. ഭയങ്കര പ്രശ്നമല്ല അത്. ഞാൻ ചെയ്ത കാര്യങ്ങൾ മാത്രം ഞാൻ ഓർക്കുന്നുള്ളൂ, മറ്റുള്ളവർ എനിക്ക് വേണ്ടി ചെയ്തു തന്ന കാര്യങ്ങളെല്ലാം മറന്നു കളഞ്ഞു. ഇതൊരു ഡേഞ്ചറാണ് സഹോദരങ്ങൾ. ഭയങ്കര ഒരു വിഭൽസന്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ പാപം. ഞാൻ അവനോട് ചോദിച്ചേടാ, നീ വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. നിൻ്റെ അമ്മയുടെ മുഖവും നിൻ്റെ ഭാര്യയുടെ മുഖവും ഞാൻ വന്നപ്പോൾ തുടങ്ങി ശ്രദ്ധിക്കുന്നതാണ് കണ്ണുനീരാണ്, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ ഇവിടെ വന്ന് പുഞ്ചിരിച്ചിരിക്കുന്നു, പക്ഷെ നിൻ്റെ ഭാര്യ അമ്മയൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നീ അവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ മാത്രം നീ പറഞ്ഞുകൊണ്ടിരിക്കണേ മുഴുവൻ സമയം. ഞാനത് ചെയ്തു, ഇത് ചെയ്തു. എടാ, എപ്പോഴെങ്കിലും നീ നിൻ്റെ അമ്മ നിനക്ക് വേണ്ടി ചെയ്ത കാര്യം, ഇത്രയും നേരം നമ്മളിരുന്ന് സംസാരിച്ചു, നീ എന്തെങ്കിലും ഒരു കാര്യം എന്നോട് പറഞ്ഞുവോ? പറഞ്ഞില്ലല്ലോ. എന്താ പറയാതിരുന്നേ? നീ ആലോചിച്ചിട്ടുണ്ടോ? നീ വിചാരിച്ചിട്ടുണ്ടോ നീ ലോകത്ത് വന്ന് ജനിച്ചത്? നീയാണോ തീരുമാനിച്ച ഈ അമ്മയുടെ അപ്പൻ്റെയും മോനായിട്ട് ഈ ഭൂമിയിൽ ജനിക്കാന്ന്? ആണോ? അല്ലല്ലോ. നീയാണോ വിചാരിച്ചത് ഇന്ന വർഷം ഇന്ന തീയതിയിൽ ജനിക്കാന്ന്? അല്ലല്ലോ. വേറെ ആരോ നിനക്ക് വേണ്ടി തീരുമാനിച്ച് നിൻ്റെ അപ്പയുടെയും അമ്മയുടെയും വലിയ സ്നേഹത്തിലൂടെ നീ ഈ ഭൂമിയിൽ ജനിച്ചു. നീ ഒന്ന് ആലോചിച്ച് നോക്കി, 5 വയസ്സ് വരെ നീ നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അമ്മയുടെ ഉദരത്തിലായിരുന്നു 9 മാസം, നീ 10 മാസം നീ എന്തെങ്കിലും നിനക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ? വേറെ ആൾക്കാരാണ് നിനക്ക് വേണ്ടി എല്ലാം ചെയ്തത്. നീ 2 വയസ്സ് വരെ, നിനക്ക് 2 കുട്ടികളുണ്ട്, നിനക്കറിയാം. 2 വയസ്സ് വരെ നിൻ്റെ അമ്മ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? രാത്രി 1 മണിക്ക് ഇറങ്ങിയിട്ട് കുട്ടി കരയുന്നു, എന്ന് പറഞ്ഞ് കരയുന്നു. അപ്പോഴേക്കും അമ്മ ചെന്ന് എടുക്കുന്നു, അമ്മയ്ക്ക് ഉറക്കം അമ്മയുടെ നഷ്ടപ്പെടുന്നു. പിറ്റേ ദിവസം രാവിലെ അമ്മ ജോലികളെല്ലാം ചെയ്യുന്നു. അമ്മയ്ക്ക് വീണ്ടും ജോലിയുള്ള അമ്മയാണെങ്കിൽ ജോലി ചെയ്യാനായിട്ട് പുറത്തേക്ക് പോകുന്നു. എന്തോരം ബുദ്ധിമുട്ടിയിട്ട് നിന്നെ നോക്കിയത്. ഇതിനൊക്കെ പകരം കൊടുക്കാൻ പറ്റുമോടാ? നീ ഒരു വീട് പണിതു എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ നിനക്ക് പകരം കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോടാ? ചെയ്യാൻ പറ്റുമോ? ഇതിനൊക്കെ നീ വളരെ നിസ്സാരവൽക്കരിച്ചില്ലേ, തൃണവൽക്കരിച്ചില്ലേ? അതാണ് സഹോദരങ്ങളെ പാപം എന്ന് പറയുന്ന കാര്യം. നന്ദിയുടെ വികാരം നമ്മിൽ നിന്ന് പൂർണ്ണമായും എടുത്തു കളയും. നന്ദിയുടെ വികാരം നമ്മിൽ നിന്ന് പൂർണ്ണമായിട്ട് എടുത്തു കളയും. എന്നിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ അവനോട് പറയാം, നീ ചിരിക്കാൻ പഠിച്ചത് വരെ നിൻ്റെ മാതാപിതാക്കളിൽ നിന്നാ, നിൻ്റെ സഹോദരങ്ങളിൽ നിന്നാ. നീ മലയാളം, നീ ഭാഷ സംസാരിക്കാൻ പഠിച്ചത് നീ തന്നെ പഠിച്ചതൊന്നുമല്ല. നീ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ടല്ലോ. നീ അതിനു മുമ്പ് എന്തൊക്കെ കാര്യം നീ സ്ഥാപിച്ച സ്കൂളിലാണോ നീ പഠിച്ചത്? നീ ഉണ്ടാക്കിയ സ്കൂളിലാണോ നീ 1-ാം ക്ലാസ്സിൽ പോയി പഠിച്ചത്? അല്ലല്ലോ. നീ ഉണ്ടാക്കിയ റോട്ടി കൂടെയാണോ നീ നടന്ന് സ്കൂളിലേക്ക് പോയത്, അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടി സ്കൂളിൽ പോയത്? അല്ലല്ലോ. നീ ഉണ്ടാക്കിയ ചോറാണോ നീ ഇത്രയും നാൾ കഴിച്ചത്? അല്ലല്ലോ. നീ എത്രമാത്രം ആളുകളുടെ സഹായം നീ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്നാ നിൻ്റെ പാപം
മദ്യപാനവും അഹങ്കാരവും. നിൻ്റെ ഉള്ളിൽ മദ്യപാനം മാത്രമല്ല, അഹങ്കാരമുണ്ട്. ഇതുമൂലം ഒരു മരണം നിന്നിൽ സംഭവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയാ, യേശുവേ നന്ദി. ആ മരണം മൂലം നീ ദൈവത്തിൽ നിന്ന് കട്ടായി. 1. 2, നിൻ്റെ പ്രിയപ്പെട്ടവരിൽ നിന്ന് നീ കട്ടായി. നീ മുറിക്കപ്പെട്ടു നിൻ്റെ പ്രിയപ്പെട്ടവരിൽ നിന്ന്. അതുകൊണ്ടാണ് നിൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിൻ്റെ ഭാര്യ, അമ്മ ഒക്കെ നിന്ന് കരയുന്നത്. സഹോദരങ്ങളെ, പാപം നമ്മുടെ ജീവിതത്തിൽ മരണമാണ് കൊണ്ടുവരിക. ആപൽക്കരമായ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സഹോദരങ്ങൾ, ഈ ദിവസങ്ങളിൽ നെസ്റ്റിൽ മദ്യപാനം നിർത്താനായിട്ട് ഒരു സഹോദരൻ വന്നിട്ടുണ്ട്. അവന് ഏകദേശം ഒരു 28 വയസ്സ് കാണുമായിരിക്കും. 28 വയസ്സ്. അവന് ഒരു സ്ഥലത്തും അവനെത്തിയിട്ടില്ല. അവൻ എൻ്റെ അടുത്ത് അവൻ്റെ മാതാപിതാക്കൾ എന്നെ കാണാൻ വന്നു. മാതാപിതാക്കൾ എന്നെ കാണാൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ ഇവൻ ഒരു രക്ഷയുള്ള ഒരു സമാധാനമില്ല അച്ഛാ, വീട്ടിൽ ഒരു സ്വസ്ഥതയില്ല ഇവൻ കാരണം. ഞാൻ അവരോട് വിഷമിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് വിട്ടു. അവൻ എന്നോട് വന്ന് പറഞ്ഞ കാര്യം, ഞാൻ 28 വയസ്സായ ഒരു പയ്യനാണ് അച്ഛാ, എന്നെ എന്തിനാണ് ഇവിടെ നിർത്തുന്നത്? എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനായിട്ട് എന്നെ വിട്ടുകൂടെ? അവൻ്റെ മാതാപിതാക്കളോട് ഒരു നന്ദിയുടെ ചെറിയൊരു വികാരമോ അവനില്ല. അവൻ പറയുന്നത് എന്നാ, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ എന്നെ വിട്ടുകൂടെ? ഒരു കൂട്ടായ്മ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് ബ്രേക്കായി പോയി അവന്. നന്ദിയാണ് ഈ കൂട്ടായ്മ ഉണ്ടാക്കുന്നത്. നന്ദിയുടെ ഈ കൂട്ടായ്മ കംപ്ലീറ്റ് ആയിട്ട് അവൻ്റെ ജീവിതത്തിൽ അവന് ബ്രേക്കായി പോയി. ഹല്ലേലൂയ, യേശുവേ നന്ദി. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, റോമാക്കാർക്കുള്ള ലേഖനം 7-ാമത്തെ അധ്യായം 15-ാമത്തെ തിരുവചനത്തിൽ നമ്മുടെ കർത്താവ് നമ്മോട് പറയുന്നത്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. പാപം അങ്ങനെ സഹോദരങ്ങളെ നമ്മളെ പിടിമുറക്കും. രണ്ടാമതായിട്ട് ഈ പാപത്തിൻ്റെ ഒരു ടെക്നിക്ക് ഉണ്ട്. പാപത്തിൻ്റെ ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ധ്യാനം കൂടുമ്പോഴും വലിയ ശുശ്രൂഷകൾ ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ അടുത്ത് ഞാൻ പറയാറുണ്ട്, നിങ്ങളൊരു പക്ഷേ മദ്യപാനം ഉപേക്ഷിക്കുമായിരിക്കും, പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു പാപം ഉണ്ടായിരിക്കും. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ മഹത്വം. എല്ലാ മനുഷ്യരുടെ ഉള്ളിലും, നിങ്ങളിത് ശ്രദ്ധാപൂർവം കേൾക്കണം. റോമാക്കാർക്കുള്ള ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പറയുന്നത് വെറുതെ അല്ല. എന്താ അദ്ദേഹം പറയുന്നത്? നല്ലവനായി ഒരുവൻ പോലുമില്ല. കർത്താവിൻ്റെ അടുത്ത് മത്തായിയുടെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ കർത്താവിൻ്റെ അടുത്ത് ഒരുവൻ വന്ന് ചോദിക്കുന്നുണ്ട്, നല്ലവനായ ഗുരു. ഇപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, എന്തിനാ നീ എന്നെ നല്ലവനെന്ന് വിളിച്ചത്? നല്ലവനായി ദൈവമല്ലാതെ മറ്റാരും ഇല്ല എന്ന് കാറ്റഗോറിക്കലായിട്ട് ഈശോ പഠിപ്പിക്കുകയാണ്. അവൻ്റെ സഹോദരങ്ങളെ, നല്ലവനായി ഒരുവൻ പോലും ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം എന്നാ, എല്ലാവരുടെയും ഉള്ളിൽ ഒരു എക്സെപ്ഷൻ ഇല്ല. മാർപ്പാപ്പ തുടങ്ങി ഏറ്റവും ചെറിയ കുഞ്ഞു വരെ, ഏറ്റവും ഉന്നതനായ ഏറ്റവും ചെറിയ കുഞ്ഞു വരെ, എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരു പാപം ഭരണം നടത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമ്മുടെ ഉള്ളിലേക്ക് അവൻ കടക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മളിത് തിരിച്ചറിയണം. ഞാൻ ധ്യാനം നടത്തുന്ന സമയങ്ങളിൽ, ധ്യാന ശുശ്രൂഷകളുടെ സമയത്ത് പാപത്തെ പറ്റി പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ അടുത്ത്, സഹോദരങ്ങളുടെ അടുത്ത് പറയാറുണ്ട്, മക്കളെ, നിങ്ങളെല്ലാ പാപവും നിങ്ങൾ ശുദ്ധീകരിക്കും, പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കോണിൽ ഒരു പാപം നിങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കും. ഹല്ലേലൂയ, യേശുവേ നന്ദി. എന്നിട്ട് അതിനെ ന്യായീകരിക്കും. ഈ പാപം അവിടെ ഇരുന്നോട്ടെ, സാരമില്ല, ഈ പാപം എനിക്ക് എന്തായാലും മാറ്റാൻ പറ്റില്ല, ഇതെന്തായാലും അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ആ പാപത്തെ മാത്രം ടച്ച് ചെയ്യില്ല. കൗൺസിലിങ്ങിൻ്റെ സമയത്ത് സഹോദരങ്ങളെ, ഞാൻ ഒരുപാട് പേരെ കൗൺസിലിംഗ് ചെയ്യുന്ന ഈ ശുശ്രൂഷയായതുകൊണ്ട് ഒരുപാട് മക്കളെ കൗൺസിലിംഗ് ചെയ്യുന്ന ഒരച്ഛനാണ്. അപ്പോൾ എല്ലാവരും പാപങ്ങളെല്ലാം എൻ്റെ അടുത്ത് പറയാം. ഞങ്ങളിരുന്ന് പ്രാർത്ഥിക്കും, കുറേ സമയം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് എന്തിനാണെന്നറിയാവോ, എൻ്റെ ഉള്ളിലൊരു ലക്ഷ്യമുണ്ട്. കർത്താവേ, ഇവൻ ഒരിക്കലും മാറ്റാൻ ആഗ്രഹിക്കാത്ത ഒരു പാപം അവൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പാപം ഇവൻ്റെ മേൽ ഭരണം നടത്താനായിട്ട് ആഗ്രഹിച്ച് ഇവനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ, കർത്താവേ ആ പാപം എനിക്ക് വെളിപ്പെടുത്തി തരണേ, അതെന്താണെന്ന് ഇവന് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള കൃപ തരണേ. ആ പാപം മാറ്റില്ലേ സഹോദരങ്ങളെ? ചിലർ മദ്യപാനം നിർത്തിപ്പോവും, പക്ഷെ വേറെ പാപം അവൻ നിർത്തില്ല. ഒരു സഹോദരൻ, ഞാനൊരു ഉദാഹരണം പറയാം, നെസ്റ്റിൽ വന്ന് മദ്യപാനമൊക്കെ നിർത്തി നല്ല മിടുക്കനായിട്ട് അവൻ വീട്ടിലേക്ക് പോയി. അപ്പോൾ മദ്യം ഉപയോഗിക്കുകയില്ല, ഇപ്പോഴും മദ്യം ഉപയോഗിക്കില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയോ, അവൻ ഫോണാണ് ഉപയോഗിക്കുന്നത്. അവൻ ഫോണിൽ അശുദ്ധമായ കാഴ്ചകൾ കണ്ട് അവൻ ജീവിക്കുകയാണ്. അവൻ്റെ ഭാര്യ ഒരിക്കലും എന്നെ വിളിച്ച് പറഞ്ഞു, അച്ഛാ
രാത്രി 2 മണിക്കൊക്കെ എഴുന്നേറ്റിരുന്നിട്ടാണ്. ചേട്ടൻ ഇപ്പോൾ മദ്യമൊന്നും കഴിക്കണില്ല, കുടുംബത്തിൽ സന്തോഷമൊക്കെ ഉണ്ട്, കുടുംബത്തിൽ സമാധാനമൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കാര്യം അച്ഛാ, രാത്രി 2 മണിക്കൊക്കെ എഴുന്നേറ്റിരുന്നിട്ട് അച്ഛാ ഇത് കാണാണ് ഒരു അശുദ്ധിയിലേക്കുള്ളൊരു. അപ്പോൾ മദ്യപാനം കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിച്ചു എങ്കിലും പാപത്തെ അവൻ്റെ ഒരു കോണിൽ അവൻ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു പാപത്തെ അവൻ ഒളിപ്പിച്ചു വെച്ചു. ഇതുപോലെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതുപോലെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് ആളുകൾ. ഒരിക്കലും ഒരു വലിയ വചന ശുശ്രൂഷകൻ, വചന പ്രഘോഷകൻ, രാജ്യങ്ങൾ മുഴുവൻ പോയി വചനം പ്രഘോഷിക്കുന്ന ഒരു സഹോദരനാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ടോക്കുകളൊക്കെ കേട്ടിട്ടുണ്ട്. ധാരാളം രാജ്യങ്ങളിലേക്ക് പോയി വചനം പറയുന്ന ഈ സഹോദരൻ മരിച്ചുപോയി കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം ചെയ്ത വൃത്തികെട്ട പാപങ്ങൾ പുറത്തേക്ക് വരുന്നത്. ഇദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അങ്ങനെ പുറത്തേക്ക് വന്നില്ല. അപ്പോൾ ഞാനൊക്കെ അദ്ദേഹം പറയുന്നത് കേൾക്കാനായിട്ട് ആഗ്രഹിച്ച് അദ്ദേഹത്തിൻ്റെ വചനം കേൾക്കുമായിരുന്നു, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കുമായിരുന്നു. വളരെ ശക്തമായിട്ടാണ് അദ്ദേഹം വചനം പ്രഘോഷിക്കുന്നത്, പ്രിയമുള്ള സഹോദരൻ. പക്ഷേ ഹൃദയത്തിൻ്റെ ഒരു കോണിൽ അദ്ദേഹം ഒരു പാപം ഒളിപ്പിച്ചു വെച്ചു. ഒരു പാപം ഒളിപ്പിച്ചു വെക്കുന്നവരാണ് പ്രിയമുള്ളവരെ നമ്മളെല്ലാ മനുഷ്യരും. നമ്മളാരും നല്ലവരല്ല. അതുകൊണ്ടാണ് നമ്മളാരും നല്ലവരല്ല എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഒളിപ്പിച്ചു. ഫ്രാൻസിസ് അസീസി പുണ്യാളം പറയുന്നുണ്ട്. അസീസി പുണ്യാളൻ്റെ അടുത്ത് പറഞ്ഞു, അസീസി പുണ്യാള വിശുദ്ധനാണ് അങ്ങ്. അപ്പോൾ അസീസി പുണ്യാളം മറുപടി പറയുക, എൻ്റെ ഉള്ളിലുള്ള പാപം എന്താണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും നീ എന്നെ. ഇത് 2-ാം ക്രിസ്തു പറയുന്നതാണ് സഹോദരങ്ങളെ. 2-ാം ക്രിസ്തു എന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന വലിയ വിശുദ്ധൻ. നിങ്ങളുടെ മുമ്പിൽ ഞാനും വലിയ പാപിയാണ്, കാരണം കർത്താവേ എൻ്റെ ഉള്ളിലും പാപമുണ്ട്. പൗലോസ്ലീഹ പറയുന്നത് നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കണം കേട്ടോ. 7-ാമത്തെ അധ്യായത്തിൽ പാപത്തിൻ്റെ സ്വാധീനത്തെപ്പറ്റി റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്നിൽ തന്നെ തിന്മയുണ്ട് എന്നൊരു തത്വം ഞാൻ കാണുന്നു. നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്നിൽ തന്നെ തിന്മയുണ്ട് എന്നൊരു തത്വം ഞാൻ കാണുന്നു. ഈ ഒരു സംഗതി നമ്മൾ തിരിച്ചറിയണം. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു തിന്മ നമ്മളെ വിട്ടുകളയാതെ മുറുക്കുന്ന ഒരു തിന്മ, അതുമൂലം പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് മരണം കടന്നു വരും, നമ്മുടെ കുടുംബത്തിലേക്ക് മരണം കടന്നു വരും. കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ കെട്ടിൽ നിന്ന്, ഈ പാപത്തിൻ്റെ ഈ കെട്ടിൽ നിന്ന് കർത്താവേ എന്നെ മോചിപ്പിക്കണമേ. എന്നെ നശിപ്പിക്കാൻ ഒരുങ്ങുന്ന എല്ലാത്തരം തിന്മയിൽ നിന്നും എനിക്ക് മോചനം നൽകണമേ. ബിഷപ്പ് റോബർട്ട് ബാരൻ എന്ന് പറയുന്ന പിതാവ് ഒരിക്കൽ പറഞ്ഞു, ഈ പഴയ നിയമത്തിൽ കർത്താവ് കുറേ പേരെ എല്ലാവരെയും കൊല്ലാനൊക്കെ ആവശ്യപ്പെടും. ഒരു രാജ്യത്ത് ചെന്ന് കീഴടക്കുമ്പോൾ അവിടെയുള്ള എല്ലാവരെയും നശിപ്പിക്കുക. വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് സഭാപിതാക്കന്മാർക്കും വചനം വ്യാഖ്യാനിക്കുന്നവർക്കും. അപ്പോൾ ബിഷപ്പ് ബാരൻ എന്ന് പറയുന്ന റോബർട്ട് ബാരൻ, അദ്ദേഹത്തിൻ്റെ ടോക്കുകൾ യൂട്യൂബിലുണ്ട്, നിങ്ങൾക്ക് കേൾക്കുന്നത് നല്ലതാണ്. അപ്പോൾ ബിഷപ്പ് റോബർട്ട് ബാരൻ പറയുന്ന ഒരു കാര്യം, ഈ കാര്യത്തെപ്പറ്റി പറയാം, തിന്മ നിങ്ങൾ ബാക്കി വെച്ചേക്കരുത്. കർത്താവ് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത്? എല്ലാം നശിപ്പിച്ച് കളഞ്ഞേക്കണം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തിന്മയുടെ ഒരു തരി പോലും ബാക്കി വെച്ചേക്കരുത്. തിന്മയുടെ ഒരു തരി പോലും കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് കളഞ്ഞേക്കണം. ഒന്നുപോലും നിൻ്റെ പോക്കറ്റിലെടുത്ത് വെച്ച് വന്നേക്കരുത്. ഒരു തിന്മയുടെ ഒരു ലേശം പോലും വെച്ചേക്കരുത്. വിവാഹ വിരുന്നിന് കയറിയ ആ മനുഷ്യൻ വിവാഹ വസ്ത്രം ധരിക്കാതിരുന്നത് പോലെ തിന്മയുടെ ഏതെങ്കിലും ഒരു സാധനം മേത്ത് വെച്ച് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. കാരണം പാപം മരണത്തെ ക്ഷണിച്ചു വരുന്നു, ആപൽക്കരമാണ്. ഈശോയെ പ്രാർത്ഥിക്കുന്നു, ഈശോയെ പൂർണ്ണമായി പാപത്തെ ഉപേക്ഷിക്കാൻ കൃപ തരണേ ഈശോയെ. അത് സാധിക്കുമെന്ന് നീ പഠിപ്പിച്ചു. പാപങ്ങളുടെ മോചനത്തിനായി വിഭജിക്കപ്പെടുന്ന, ചിന്തപ്പെടുന്ന നിൻ്റെ തിരുശരീര രക്തങ്ങളാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ. കർത്താവും രക്ഷിതാവുമായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ.